ഹായ്, ബീസിങ്കിൽ ഒരു അൺലിമിറ്റഡ് പ്രോഡക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അൺലിമിറ്റഡ് പ്രോഡക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാതെ നമുക്ക് കസ്റ്റമർക്ക് സെല്ല് ചെയ്യേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് ഒരു സർവീസ് ചാർജ്, അതിന് സ്റ്റോക്ക് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതില്ല, ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടതുണ്ടാവില്ല. അത് അവിടെ നടക്കുന്ന സർവീസ്, നമ്മൾ കൊടുക്കുന്ന സർവീസിൻ്റെ ഒരു ചാർജ് മാത്രമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു സർവീസ് സെൻറ്റർ, മൊബൈൽ ഷോപ്പിൻ്റെ സർവീസ് സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സർവീസ് ചാർജ് ഉണ്ടാകും, ചിപ്പ് ലെവൽ സർവീസ് ചാർജസ് മാത്രമായിരിക്കും. അതുപോലെ തന്നെ സലൂണ് അല്ലെങ്കിൽ അതുപോലെ സർവീസ് റെൻഡർ ചെയ്യുന്നതാണെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു ഹെയർ കട്ട് അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ എന്ന പോലത്തെ ഒരു സർവീസിനായിരിക്കും അതിന് വരുന്നത്. അതിന് നിലവിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരിക്കില്ല. എത്രയാണോ കസ്റ്റമർക്ക് നമ്മൾ സർവീസിന് അനുസരിച്ചിട്ട് ആ എമൗണ്ട് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ അത് എൻ്റർ ചെയ്തിട്ട് ആ ഒരു ബില്ല് ഇൻവോയ്സ് കൊടുക്കുക എന്നുള്ളതായിരിക്കും. അത് കംപ്ലീറ്റ്ലി ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രോഫിറ്റ് അല്ലെങ്കിൽ അതൊരു റവന്യൂ ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. അതിൽ കോസ്റ്റ് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ്, അതാണ് അൺലിമിറ്റഡ് പ്രോഡക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നോക്കാം. നോർമലി ബീസിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് തന്നെയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇൻവെൻറ്ററിയിൽ പോകുന്നു, ഓൾ പ്രോഡക്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നമുക്ക് എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാകും. അവിടെ തന്നെ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് പോലെ തന്നെയാണ് നമ്മൾ സർവീസ് ആഡ് ചെയ്യേണ്ടത്. ന്യൂ പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മുകളിൽ നമുക്ക് പ്രോഡക്റ്റ് സർവീസ് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ കാണാം. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ നമ്മൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് സെല് ചെയ്യുന്ന പ്രോഡക്ട്സുകളായിരിക്കും. സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചാർജസ് പോലത്തെ കാര്യങ്ങളായിരിക്കും. സോ ഈ സർവീസസ് എന്നുള്ളത് ടോഗിൾ ചെയ്തിട്ട് ഇവിടെ സർവീസിൻ്റെ പേര് എന്താണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ സർവീസ് ചാർജ് എന്ന് മാത്രം കൊടുക്കുകയാണ്. സർവീസ് ചാർജസ് എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കാറ്റഗറി ഞാൻ ഓൾറെഡി ഒരു സർവീസ് ചാർജ് എന്ന് പറഞ്ഞ കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ കാറ്റഗറിയിൽ ഞാനത് വെക്കുന്നു. ബാക്കി എനിക്ക് പ്രൈസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നിലവിൽ ഓരോന്നും ഡിഫറെൻറ്റ് പ്രൈസിങ് ആയതുകൊണ്ട് ഞാൻ പ്രൈസിങ് എന്നുള്ളതെല്ലാം സീറോയിൽ ഒഴിവാക്കി വെക്കുന്നു. ജസ്റ്റ് സേവ് ചെയ്യുന്നതോടുകൂടെ ആ പ്രോഡക്റ്റ് സർവീസ് ആയിട്ട് നമുക്ക് ആഡ് ആയിട്ടുണ്ടാവും. ഇനി ആ സർവീസ് ചാർജിന് ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സർവീസ് ചാർജ് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ കഴിയും ഇൻ സ്റ്റോക്കിൽ അൺലിമിറ്റഡ് സ്റ്റോക്ക് എന്നുള്ളതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഈ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് സെല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോർമലി ബില്ല് ചെയ്യുന്ന പോലെ തന്നെ POSലോ സെയിലിലോ വന്നിട്ട് നമുക്ക് ഒരു പ്രോഡക്റ്റ് പോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സെയിലാണ് വന്നിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സർവീസ് ചാർജ് എന്ന പ്രോഡക്റ്റ് ഞാൻ ചൂസ് ചെയ്തിട്ട് എനിക്ക് ഇവിടെ പ്രൈസ് മാത്രം മാറ്റി കൊടുത്താൽ മതി. എത്രയാണോ പ്രൈസ്, ഞാനിപ്പോൾ ഒരു 2000 സർവീസ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ MRP 2000, ഞാൻ 1800 സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജസ്റ്റ് നോർമൽ പോകുന്നു, ടിക്ക് ചെയ്ത് നോർമൽ എങ്ങനെയാണോ നമ്മളൊരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നത് അതുപോലെ തന്നെ സെല് ചെയ്ത് പോകാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ അടുത്ത പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ 1 by 1 ആയിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനും പറ്റും.